ഒരു ഭീകരൻ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് തിരിച്ചറിയാനായില്ല. അത് ഓർക്കുമ്പോൾ സ്വയം വെന്ത് നീറിപ്പോവുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭീകരാക്രമണത്തിൽ പ്രധാനികളിൽ ഒരാൾ പഠിച്ചത് കേരളത്തിലാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിലെ സൂത്രധാരനായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ തലവൻ ഷെയ്ഖ് സജാദ് ഗുൽ കേരളത്തിൽ പഠിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ PTI ആണ് ഈ വാർത്താ റിപ്പോർട്ട് പുറത്ത് വിട്ടത്. ശ്രീനഗറിലെ പഠനത്തിന് ശേഷം ബംഗളൂരുവിൽ MBA പഠിക്കാനെത്തിയ ഇയാൾ പിന്നീട് കേരളത്തിലും പഠിക്കാൻ എത്തുകയായിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനായിരുന്നു ഭീകരൻ കേരളത്തിലെത്തിയത്. പിന്നീട് കാശ്മീരിൽ തിരിച്ചെത്തിയ ഇയാൾ ലാബ് ആരംഭിച്ചു. ഈ ലാബ് ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. 2002 ഷെയ്ഖ് സജാദിനെ 5 കിലോ RDXുമായിട്ട് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഫോടന പരമ്പര നടത്തുവാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനത്തിനെത്തിയതെന്ന് അന്ന് കണ്ടെത്തുകയും 10 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. 2017 ജയിൽ മോചിതനായ ഷെയ്ഖ് സജാദ് പാകിസ്ഥാനിലേക്ക് ചേക്കേറുകയും ഇയാളെ ISI TDFന്റെ ചുമതലക്കാരനാക്കുകയും ചെയ്തു. 2020-24 ഇടയിൽ മധ്യ കാശ്മീരിലും തെക്കൻ കാശ്മീരിലും നടന്ന ഭീകര ആക്രമണത്തിലെ സൂത്രധാരനാണ് ഇയാളെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 മധ്യ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണം, അനന്ത്നഗറിലെ ബിജ്ബ്രഹിനിൽ വെച്ച് ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം, ഗംഗീറിലെ ഖണ്ഡൽബല്ലിലെ ഇസ്ഗഡ് മോർ ടണൽ ആക്രമണം എന്നിവ ഇയാളുടെ നേതൃത്വത്തിൽ നടന്നതാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ പാകിസ്ഥാനിലെ റായ്വിൽപിണ്ടിയിൽ കന്റോൺമെന്റ് ടൗണിൽ ലഷ്കർ തൊയ്ബയുടെ സഹായത്തോടെ ഒളിവിൽ കഴിയുകയാണ് ഗുൽ. 2023 സെൻട്രൽ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണം, അനന്ത്നഗറിലെ ആക്രമണം എല്ലാത്തിലും ഇയാൾ പങ്കുണ്ടായിരുന്നു. 2022 NIA ഭീകരനായി പ്രഖ്യാപിച്ച ഇയാളുടെ തലയ്ക്ക് 10 ലക്ഷം രൂപ വിലയിട്ടിരുന്നു. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച അന്വേഷണത്തിൽ ഗുലിലേക്ക് എത്തുന്ന ബന്ധങ്ങളും ചില ആശയവിനിമയങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നേരത്തെ TRF ഏറ്റെടുത്തിരുന്നു. പഠനകാലത്തായിരുന്നു ഗുൽ കേരളത്തിലുണ്ടായിരുന്നത്. ഡൽഹിയിൽ സ്ഫോടന പരമ്പര നടത്തുവാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമായിരുന്നു ഗുൽ നടത്തിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. 2003 ഓഗസ്റ്റ് 7-ന് 10 വർഷത്തെ തടവിന് ശിക്ഷിച്ച ഗുൽ 2017 ജയിലിൽ നിന്നും മോചിതനായത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ ഇയാളെ പാക് ചാര സംഘടനയായ ISI ആണ് TDFന്റെ ചുമതലക്കാരനാക്കുന്നത്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ-e തൈബ, ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളെ സ്പോൺസർ ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനും പാകിസ്ഥാനാണെന്ന് രാജ്യാന്തര തലത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാനുള്ള ISIയുടെ തന്ത്രമായിരുന്നു TRFന്റെ പിറവിക്ക് പിന്നിൽ. ഇയാളുടെ സഹോദരൻ ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരി സിംഗ് ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. പിന്നീട് ഭീകരവാദത്തിലേക്ക് കടന്ന ഇയാൾ 1990കളിൽ സൗദി അറേബ്യയിലേക്കും പാകിസ്ഥാനിലേക്കും ചേക്കേറിയിരുന്നു. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്നും ഭീകരവാദത്തിന് ധനസഹായം സമാഹരിക്കുന്ന ചുമതലയാണ് ഇയാൾക്കുള്ളത്.